ഹൃദയം ആശ്വസിക്കും നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ ദീപമാകാൻ നിൻ മൊഴികൾ. കൂരിരുളിൽ താഴ്വരയിൽ ദീപമാകാൻ നിൻ മൊഴികൾ. തിരുകരത്താ വഹിച്ചു എന്നെ തിരുഹിലം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആമേൻ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ആമേൻ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. Praise the Lord. Praise the Lord. Hallelujah. ദൈവത്തിൻ്റെ വിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസത്തിൻ്റെ സന്ധ്യായാമത്തിൽ ദൈവത്തിൻ്റെ കൃപാത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് നമ്മെ അനുവദിച്ചതോർക്കാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവം അനുവദിച്ചത് കൊണ്ടാണ് നമ്മളിവിടെ കടന്നു വന്നത്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് വളരെ സന്തോഷമുള്ളതിനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം കഴിഞ്ഞ 44 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്ന പ്രിയ സഹോദരൻ. അതുപോലെ ഇന്നലെ ഒരാളെ ഞങ്ങളൊരു 51 വർഷത്തിന് ശേഷം ഒന്ന് കണ്ടുമുട്ടുവാൻ, കർത്താവിൻ്റെ ദാസന്റെ പിതാവിനെ കണ്ടുമുട്ടുവാനിടയായി. ഇതൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം തരുന്നതായ വലിയ ഭാഗ്യമാണ്. നമ്മൾ വിവിധമായ സ്ഥാനങ്ങളിൽ വിവിധമായ സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമാണ്, ഹൃദയത്തിനൊരു കുളിർമയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറകൾ വന്ന് നമ്മളെ കാണുവാനോ അല്ലെങ്കിൽ കേൾക്കുവാനോ അവരോടൊന്ന് സംവാദിക്കുവാനോ ഒന്നും ഒരു താല്പര്യമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ പഴയ തലമുറകളിൽപ്പെട്ടവരെയൊക്കെ ഒന്ന് കാണുന്നത്, ഒന്ന് സംസാരിക്കുന്നത് ഒരു സന്തോഷമാണ്, അല്ലേ? ദൈവത്തിൻ്റെ നാമം മഹത്വം എടുക്കട്ടെ. എൻ്റെ പേര് കർത്താവിദാസൻ പറഞ്ഞു, എന്നെ പല പേരിൽ അറിയപ്പെടും. എൻ്റെ പേര് PD യോഹന്നാൻ എന്നാണ്. എൻ്റെ പെറ്റ് നെയിം പൊടിമോൻ എന്നാണ്. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ ഇന്നും പൊടിമോനാണ്, പക്ഷെ അവരില്ല ഇന്ന്. പിന്നെ യോനാകുട്ടി എന്ന് പറയും, യോനാച്ചൻ എന്ന് പറയും, ജോണെന്ന് പറയും. ഇങ്ങനെ പല പേരിൽ എന്നെ അറിയപ്പെടും. എന്നാൽ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, നമ്മുടെ കർത്താവിന് നമ്മളെ അറിയാം ഏത് പേര് വിളിച്ചാലും. കാരണം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ നമ്മൾക്ക് ദൈവം ഒരു പേര് തന്നിട്ടുണ്ട്, അല്ലേ? ദൈവം മകനാണ്, ദൈവം മകളാണെന്നുള്ളത് ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. ഏത് പേരിനാൽ ആരറിയപ്പെട്ടിരുന്നാലും നമുക്ക് നമ്മുടെ കർത്താവ് നമ്മളെ അറിയുന്നുവെങ്കിൽ അതാണ് വലിയ സന്തോഷം. ഞാൻ ഇപ്പോഴിവിടെ കടന്നു വന്നതിൻ്റെതായ ഒരു ഉദ്ദേശം കൂടെ പറയാം. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെയാണ് ദൈവം തന്നത്, 2 പെൺമക്കളെ. അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞ് അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത മകൾ ഇവിടെ ഡാളസിലുണ്ട്. കോവിഡ് സമയത്ത് എൻ്റെ സണ്ണിലേക്കും മകൾക്കും ഈ വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ അത് റിയാക്ട് ചെയ്ത് സണ്ണിലേക്കൊരു ഓപ്പൺ ഹാർട്ട് സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. എന്നാൽ അതിനുശേഷം അവൻ സുഖമായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ സുഖമായെന്ന് തീർത്തും പറയാനൊക്കെ ഡയാലിസിസ് ഒക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയായിരുന്നു.
കഴിഞ്ഞ ജൂൺ മാസം 12-ാം തീയതി രാത്രിയിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ നാട്ടിൽ നിന്ന് 16-ാം തീയതി ഇവിടെ കടന്നു വന്നു. അങ്ങനെ ഉള്ളതായ ഒരു വിഷയത്തിനോടനുബന്ധിച്ചാണ് ഞങ്ങൾക്ക് കടന്നു വരുവാനിടെ. ഞാനൊരു ഭാര്യയും കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ മകൾ തനിയെ ആയിരിക്കുന്നത് കൊണ്ട്, അവർക്ക് കുട്ടികളില്ല, തനിയെ ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് വിട്ടു നിൽക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ 2-3 ദിവസമായിട്ട് ഈ പ്രദേശത്തേക്ക് കടന്നു വന്ന. സ്തോത്രം. അതെ, മകളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവളുടെ പേര് സ്നേഹ എന്നാണ്. 39 വയസ്സാണ്. കുഞ്ഞുങ്ങളില്ലാത്തവരായ ഒരവസ്ഥയാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ ദൈവം അതിൻ്റെതായ രീതിയിൽ ചെയ്യുന്ന കർത്താവാണ്. അതുകൊണ്ട് അത് എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു കൊള്ളാമെന്ന് വിചാരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനുമായിട്ട് ഞാൻ 2022 വന്നപ്പോൾ എൻ്റെ ഒരു അങ്കിള് ഫ്ലോറിഡയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ ഇത് കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ചേർന്ന് അവിടെ 2 സൺഡേയിൽ ആരാധിപ്പാൻ ദൈവമായ കർത്താവിൻ്റെ ആൾ. കർത്താവിൻ്റെ ദാസനും പിതാവും ഒക്കെ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതായ സന്ദർഭത്തിൽ ഞങ്ങളൊക്കെ കൂടെ പോയാണ് അവരുടെ വീട്ടിലെ മീറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലുള്ളതായ ബന്ധം ഞങ്ങളിലുണ്ട്. ഏത് ബന്ധമായിരുന്നാലും കർത്താവ് നമുക്കൊരു ബന്ധം തന്നിട്ടുണ്ട്. ആ ബന്ധത്തിൽ അപ്പുറമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ പലപ്പോഴും നമ്മളൊക്കെ പരാതിപ്പെടുന്നതായ ചില അവസ്ഥകളുണ്ട്. കാരണം എന്താ? എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും ഓർക്കുന്നില്ല, എന്നോട് ആരും ഒന്നും ചോദിക്കുന്നില്ല എന്ന് പരിഭവം പറയുന്നതായ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിലുപരിയായി ദൈവം നമ്മെ ഓർക്കുന്നു എന്നുള്ളതായ ഒരു കാര്യം ഞാൻ നിങ്ങളെ മറന്നു പോകരുത്. 115-ാം സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യം, 12-13 വാക്യങ്ങളൊന്ന് വായിക്കാം. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിച്ചാൽ നന്നായിരിക്കും. 115-ാം സങ്കീർത്തനം അതിന്റെ 12-13 വാക്യങ്ങൾ. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. നമ്മുടെ തലകളെ മടക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, അവിടുത്തെ തൃപ്പാദത്തിൽ അടിയങ്ങളായിരിക്കുന്നു. നീ അടിയങ്ങളോട് സംസാരിക്കുമാറാകണം. ചെറിയവരെയും വലിയവരെയും ഓർക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്ക് ഇന്നും ജീവിക്കുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങളെ ഓർക്കുന്നവനായ കർത്താവിനെ സ്തുതിപ്പാൻ ജീവിതത്തിൽ തന്നതായ അവസരങ്ങൾക്കായി സ്തോത്രം. അടിയൻ വചനമായി നിൽക്കുമ്പോൾ കർത്താവ് ഒരു മൈക്രോഫോണായി അവിടുത്തെ തൃപ്പാദത്തിൽ അടിയൻ നിൽക്കുകയാണ്. ഇതിൽ കൂടെ പുറപ്പെടുന്നതായ ശബ്ദം ദൈവജനത്തിന് അനുഗ്രഹമായി ഇരിപ്പാൻ സ്വർഗം കൃപ നൽകണം, മഹത്വം അങ്ങെടുക്കണം യേശുവിൻ നാമത്തിൽ. ആമേൻ. എന്താ വായിച്ചത്? യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും, അവൻ ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കും, പിന്നെ അവൻ അഹരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കുന്നതായ ഒരു കർത്താവിന്റെ തൃപ്പാദത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. പരിഭവങ്ങൾ പറയുമ്പോൾ ഹല്ലേലൂയ, പരാതികൾ പറയുന്നതായ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരാം. ജീവിതത്തിൽ വരുന്നതായ പ്രതിസന്ധികളെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ പരിഭവങ്ങൾ പറയാം. കർത്താവ് എന്നെ ഓർക്കുന്നില്ലയോ, കർത്താവ് ഞങ്ങളെ സ്നേഹിക്കുന്നില്ലയോ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിലപ്പുറമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതിൽ അപ്പുറമായി കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു, അവൻ നമ്മെ ഓർക്കുന്നു എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. തിരുവചനത്തിൽ കൂടെ കർത്താവ് ഓർത്തതായ ചില വ്യക്തി ജീവിതങ്ങളെ നിങ്ങളുടെ മുന്നിൽ ഒന്ന് കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. അതെ, കർത്താവ് ഓർത്തതായ ഒരു വ്യക്തി ജീവിതം. അതിന്റെ 6-ാം അധ്യായത്തില് ദൈവം കണ്ടതായ ഒരു വ്യക്തി ജീവിതമാണ് നോഹ. 6-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ ദൈവം അവനെ നീതിയുള്ളവനായി കണ്ട്, അതിന്റെ 7-ാം വാക്യത്തിൽ 1-ാം വാക്യത്തിൽ അവനെ നീതിയുള്ളവനായി കണ്ട് അവന് ചില കൽപ്പനകളൊക്കെ കൊടുത്തു, ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ.
ഏതാ പെട്ടകമുണ്ടാക്കുവാനായിട്ട്. വിവരങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഞാൻ വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. അതിന്റെ 22 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവം തന്നോട് കൽപ്പിച്ചതൊക്കെയും ഹല്ലേലൂയ നോഹ ചെയ്തു. കൽപ്പിച്ചത് ചെയ്യുന്നതായ വ്യക്തി ജീവിതങ്ങളെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. അവരെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. പ്രൈസ് ലോർഡ്. പിന്നെ അതുകൂടാതെ അതിനെ ഒന്ന് ഉറപ്പിക്കുന്നതിനായിട്ട് അടുത്ത വാചകം ഇങ്ങനെ പറയുന്നു, അങ്ങനെ തന്നെ അവൻ ചെയ്തു. അല്ലേ? കൽപ്പിച്ചത് ചെയ്തു എന്ന് പറയുന്നതിൽ അപ്പുറമായിട്ട് അങ്ങനെ തന്നെ അവൻ ചെയ്തു എന്ന് ദൈവം പറയുന്നു. ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 7-ാം വാക്യത്തിൽ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തില് അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്നാൽ നീ സർവ്വ കുടുംബവും പെട്ടകത്തിൽ കടക്കാം, ഞാൻ നിന്നെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിയുള്ളവനായി കണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു സാക്ഷ്യമാണ്. പ്രിയ ദൈവമക്കളെ, നമ്മെ കുറിച്ച് ഒരു സാക്ഷ്യം പറയുന്നതായ അവസ്ഥയിലാണോ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? ദൈവത്തിൽ അനേകം വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ തക്ക സാധിക്കും. ദൈവത്താല് സാക്ഷ്യം പ്രാപിച്ചു. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തില് ഒന്ന് വായിച്ച്, ഇയ്യോബിനെ കുറിച്ച് ഒരു സാക്ഷ്യമുണ്ട്. ഇയ്യോബ് 1:1. അവൻ നിഷ്കളങ്കനായിരുന്നു. അല്ലേ? ദൈവത്തിന്റെ സാക്ഷ്യമാ. പിന്നെ അവൻ നേരുള്ളവനായിരുന്നു. പിന്നെ അതിലുപരിയായി പിന്നെയും പറയുന്നത് ഒരു പടി കൂടെ കടന്നു പറയുക, അവൻ ദൈവഭക്തനായിരുന്നു. പ്രൈസ് ലോർഡ്. അതിലുപരിയായി പറയുകയാണ്, അവൻ ദോഷം വിട്ടകലുന്നവനായിരുന്നു. പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ആയിരിക്കുന്നതായ മണ്ഡലങ്ങളിൽ ഹല്ലേലൂയ ഇങ്ങനെ ഒരു സാക്ഷ്യം നമ്മളെ കുറിച്ച് പറയുവാന് ഹല്ലേലൂയ ദൈവത്തിന് ഇടവരുമോ? അതോ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ മറ്റാർക്കെങ്കിലും നമ്മളെ കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ സാധിക്കുമോ? നമ്മെ തന്നെ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. എന്താ എന്റെ സാക്ഷ്യം എന്നോട് പറഞ്ഞ്, അവൻ നിഷ്കളങ്കനായിരുന്നു. നമ്മുടെ ഇടപാടുകളിൽ നാം നിഷ്കളങ്കനാണ്. നമ്മുടെ പോക്കുവരവുകളിൽ നാം നിഷ്കളങ്കരാണ്. നമ്മുടെ ജീവിതചര്യയില് നാം നിഷ്കളങ്കരാണ്. ഈ രാത്രിയിൽ ഒന്ന് ശോധന ചെയ്താൽ നന്നായിരിക്കും. പിന്നെ അടുത്തത് നേരുള്ളവനാ. ഞാൻ പലപ്പോഴും പലരോട് പല കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നത്, ചെറിയ കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ സാധിക്കുവാൻ ചെറിയ കള്ളമൊക്കെ പറഞ്ഞാൽ കൊള്ളാം. സ്വത്രം. ഞാനത് വിശ്വസിക്കുന്നില്ല. അതിന് കാരണം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരാള് ഒരു 1,00,000 രൂപ കട്ട് എന്ന് കരുതുക. എന്നാൽ അതേസമയം 1 രൂപ കട്ട്. എന്താ നമ്മൾ പറയുന്നത്? ഹലോ, ഈ കട്ടതായ അല്ലെങ്കിൽ എടുത്തതായ രൂപയുടേതായ വലിപ്പം കൊണ്ടല്ല അവനെ കള്ളനാണെന്ന് പറയുന്നതാണോ? 1 രൂപ മോഷ്ടിച്ചാലും ഒരു മോഷ്ടാവെന്ന് പറയും, അല്ലെങ്കിൽ ഒരു കള്ളൻ എന്ന് പറയും. 1,00,000 രൂപ മോഷ്ടിച്ചാലും ഒരു കള്ളൻ അഥവാ ഒരു മോഷ്ടാവെന്ന് പറയും. അല്ലേ? നാം നേരുള്ളവരാണ്. നാം ദൈവമായിട്ടുള്ള ഇടപാടുകളിൽ എങ്ങനെയായിരിക്കുന്നു ഞാനും നിങ്ങൾ? നമ്മളെ ഒന്ന് ശോധന ചെയ്താൽ കൊള്ളാം. ദൈവത്തിന്റെ സന്നിധാനത്തില് എന്നെ കുറിച്ച് ദൈവം പറയുന്നത് നീതിയുള്ളവനായി, നേരുള്ളവനായി, വിശ്വസ്തനായി എന്ന് പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ഒരു സാക്ഷ്യം നമുക്ക് വേണ്ട. ദൈവത്താല് കേൾക്കപ്പെടുന്നതായ ഒരു സാക്ഷ്യം മാത്രം മതി. പ്രൈസ് ലോർഡ്. ഞാനത് വിശ്വസിക്കുന്നവനാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ ഒരു സ്വോത്രം പറയുന്നതില്, ഈ സ്വോത്രത്തിനും അല്ലേലേക്ക് ഒന്നും ടാക്സ് കൊടുക്കണ്ട. വേണോ? CST GST ഒന്നും കൊടുക്കണ്ട. അതുകൊണ്ട് സ്വോത്രം പറയുന്നത് നല്ലതാണ്. പണ്ട് വണ്ടമ്പേട് ചാക്കോച്ചൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു കർത്താവിന്റെ ദാസൻ. കേട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും. അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു വരുന്നതായ വേളയില് ഒരു മലപ്രദേശത്തൂടെ കടന്നു വരുന്നതായ വേളയില് അദ്ദേഹം നടന്നു വരുന്ന വഴിക്ക് മുന്നിലായിട്ട് ഒരു ഒറ്റയാൻ നിൽക്കുന്ന കണ്ടു. ഒറ്റയാൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? കൂട്ടം വിട്ട് നടക്കുന്ന ഒരു ആന. നമ്മുടെ ഇടയിലും ചിലരൊക്കെ ഉണ്ട്
എല്ലാവരുമായിട്ടും ഒരുപാട് സഹകരണമില്ലാത്തവരായി അവർ തനിയെ നടക്കുന്നത്. എനിക്ക് ആരെയും വേണ്ട, ഞാൻ ആർക്കും വേണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെയാണ് ഈ ഒറ്റയാൻ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ആനയുടെ മുമ്പിൽ പെട്ടാൽ എങ്ങനെയിരിക്കും? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? പ്രീസറോ എന്ന് പറയണേ. നിങ്ങളൊന്നും മിണ്ടുന്നില്ല. എന്തോ എന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് പറയണം. എനിക്ക് നിങ്ങളോട് ആരോടും ഒരു വിരോധമില്ല. വല്ലതൊക്കെ നമ്മൾ അങ്ങനെ അന്യനും പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതാണ് സന്തോഷം. നമ്മളത് എന്ത് ചെയ്യും? പുറകോട്ടോടും. പിന്നെ ആന വരുമ്പോ എങ്ങനെ ഓടണം എന്നുള്ള പഠിച്ചിട്ടുണ്ടോ? വട്ടത്തിൽ ഓടണം. വട്ടത്തിലോടി അവിടെ തന്നെ നിൽക്കുകയുള്ളൂ അല്ലേ? വട്ടത്തോടിയാൽ അവിടെ തന്നെ നിൽക്കുകയുള്ളൂ. എന്നാൽ പാമ്പ് പോകുന്നത് പോലെ പോണം. അറിയാം? ഇല്ലേ? അതവിടെ വിഷയം അതല്ല. പക്ഷേ അദ്ദേഹം അവിടുന്ന് ഓടിയതുമില്ല, ചാടിയതുമില്ല. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞു. ഈ ഹല്ലേലൂയ പറഞ്ഞപ്പോൾ ഈ തനിക്ക് നേരെ വന്നതായ ഒറ്റയാൻ വാലും ചുരുട്ടി തിരിഞ്ഞോടി. പ്രിയ ദൈവമക്കളെ, ഒരു കർത്താവിന്റെ ദാസന്റെ ഹല്ലേലൂയയ്ക്ക് ഒരു കൊമ്പനെ വിരട്ടി ഓടിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ എന്ന് ഇവിടെ ഇരിക്കുന്നതായ കർത്താവിന്റെ ഭക്തന്മാരായ നമുക്ക് ചേർന്ന് ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നതായ പൈശാചിന്റെ കൊമ്പൻ ഹല്ലേലൂയ വിരുണ്ടോടുമെന്നുള്ള ഒരു സംശയമില്ല. നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നോട് ചേർന്ന് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അത്രയ്ക്ക് വിശ്വസ്തനാ, അത്രയ്ക്ക് വലിയവനാ. അവന് മഹത്വം കൊടുക്കുന്നത് അത്ര വിലയേറിയതാ. പണ്ട് അതൊക്കെ പറഞ്ഞു പോയിരുന്നാൽ സമയം ഒരുപാട് പോകും. അത് അവിടെ നിർത്തിക്കൊണ്ട് നമ്മളുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഇവിടെ ദൈവം ഓർത്തതായ വ്യക്തിജീവിതമുണ്ട്. ആരാ? യഹോവ നോഹയെയും കുടുംബത്തെയും പെട്ടകത്തിലുള്ള സകല ജീവികളെയും മൃഗങ്ങളെയും ഓർത്തവനായ ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. നമ്മെ ഓർക്കുന്ന ഒരു കർത്താവ്. പിന്നെ രണ്ടാമത് നോക്കുകയാണെങ്കിൽ കർത്താവ് അവനെ കുറിച്ച് നീ ഈ തലമുറയിൽ നീതിയുള്ളവനായി കണ്ടിരിക്കുന്നു എന്നുള്ളതായ സാക്ഷ്യം പറയും. രണ്ടാമത് ദൈവം ഓർത്തതായ ഒരു വ്യക്തിയെ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം. 19:29. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. അത് ഏത് പട്ടണത്തെയാ? സൊദോം ഗൊമോരയെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടു. കാരണം എന്താ? ജനത്തിന്റെ പാപം നിമിത്തം ഒരു പ്രദേശത്തെ നശിപ്പിക്കുവാൻ ദൈവം പദ്ധതിയിട്ടപ്പോൾ ഹല്ലേലൂയ, ദൈവം വിളിച്ചിറക്കി കൊണ്ടുവന്നതായ അബ്രഹാം, ഹല്ലേലൂയ, ദൈവം വിളികേട്ടിറങ്ങിയതാണ് അബ്രഹാം. എന്നാൽ അബ്രഹാമിനോട് കൂടെ വിളികേട്ടിറങ്ങിയവന്റെ പിറകെ വന്നതാരാ? ലോത്ത്. ലോത്ത് എന്ത് ചെയ്തു? ലോകസുഖങ്ങളിലേക്ക് മടങ്ങി പോകുന്നത് നമുക്ക് കാണുവാൻ തക്ക സാധിക്കും. എന്നാൽ ആ പട്ടണത്തെ മൊത്തം നശിപ്പിക്കുന്നതായ വേളയില് കർത്താവ് ഓർത്തതായ ഒരു വ്യക്തിയാണ് അബ്രഹാം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. വിളിച്ചിറക്കിയവനെ ദൈവത്തിന് അറിയാം, വഴിയിലിട്ടിട്ട് പോകരുത്. വിളിച്ചവന്റെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ടതായ ലോത്തിനെ കുറിച്ചും ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിറക്കി ദൈവത്തിന്റെ വിളി കേട്ടിറങ്ങിയതാണെങ്കിൽ ഹല്ലേലൂയ, നിത്യതയിൽ എത്തിക്കുവാന് ദൈവത്തിന് പദ്ധതിയുണ്ട്. അവന് നമ്മളെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, നമ്മളെ കുറിച്ചൊരു ഹല്ലേലൂയ കടപ്പാടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം നമ്മളെ അക്കരെ എത്തിക്കും. വിശ്വസിച്ചാൽ ഹല്ലേലൂയ, നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ദൈവം വിളിച്ചതായ മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാം. 21:17 വായിച്ചേ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഏതാ ഈ ബാലൻ? ഏതാ? ഇസ്മായേൽ. അതിന്റെ 14 മുതലുള്ളതായ വാക്യം വായിക്കുമ്പോൾ
സ്വന്തം രക്തത്തിൽ പിറന്നതായ ബാലനെയും കൂട്ടി ഹാഗറിനെ പറഞ്ഞു വിടുന്നതായ അവസ്ഥ. 14 വാക്യം വായിച്ചേ. അധികാരത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു. അത് മാത്രമല്ല, പിന്നെ കുട്ടിയെയും കൊടുത്തു. ഏതാ? സ്വന്തം രക്തത്തിൽ ജനിച്ചതായ പൈതല. കുറുക്കു വഴികളൊക്കെയും സമ്പാദിച്ചതിന്റെ പേരില് ഭവനത്തിൽ കലഹമുണ്ടായി, ഭവനത്തിൽ നിരക്കി വിടുന്നതായ അവസ്ഥ നമുക്ക് വിവരങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. എന്നിട്ട് എന്താണ് അടുത്തത്? താഴോട്ട് വായിച്ച്. അവൾ പുറപ്പെട്ടു പോയി. ഇപ്പോൾ അവിടെ ഹാഗർ പുറപ്പെട്ടു പോയിട്ട് ബേർശേബ മരുഭൂമിയില് ഉഴന്നു നടക്കുക. കാരണം എന്താ? ലഭിച്ചതായ വെള്ളം തീർന്നു. ഈ ലോകത്തിന് തരുവാൻ കഴിയുന്നതായ ഒരു തുരുത്തി വെള്ളമായിരിക്കാം, ചില അപ്പകഷ്ണങ്ങളായിരിക്കാം, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അത് തീർന്നു പോകും. ഇവിടെ ഹാഗർ, ഹല്ലേലൂയ, ഈ പൈതലിന്റെ എന്തോ അവിടെ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നത് ബേർശേബ മരുഭൂമിയിൽ ഉഴന്നു നടക്കുക. എന്നിട്ട് ഈ വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? ഹല്ലേലൂയ, സ്വന്തം രക്തത്തിൽ മുന്തുപറ്റതായ മാതാവിന്, പൈതലിന് ഒരു തുള്ളി വെള്ളം കൊടുക്കുവാനില്ലാതെ വന്നതായ അവസ്ഥയിൽ അതിന്റെ മനോഹരത എന്താണെന്ന് നമുക്ക് പലർക്കും അറിയാം. കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ ഇട്ടിട്ട് ഒരൻപിൻപാട് ദൂരത്തിരുന്ന് ഈ മാതാവ് കരയുകയാണ്. എന്താണ് വിഷയം? കുട്ടിയുടെ മരണം കാണാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് കരയുന്നതായ ഒരു മാതാവ്. പ്രിയ ദൈവമക്കളെ, തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്നതായ അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. ദൈവസന്നിധിയിൽ നന്ദിപ്പെട്ടതായ തലമുറകളുണ്ട്. അവരെ കുറിച്ച് വിലപിക്കുന്നതായ മാതാപിതാക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യഹോവയുടെ സന്നിധാനത്തിൽ നിന്ന് മുട്ടുകുത്തി അവനോട് നിലവിളിച്ചു കഴിഞ്ഞാല് ഹല്ലേലൂയ, അവൻ ഏത് അവസ്ഥയിലായിരുന്നാലും അവന്റെ നിലവിളി കേട്ടെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇവിടെ താഴെ വായിക്കുന്നത് ദൈവം, 12 വാക്യം, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ഹല്ലേലൂയ. ബാലൻ നിലവിളിച്ചതാണോ? മാതാവ് നിലവിളിച്ചതാ. നീ നിലവിളിക്കുവാൻ തയ്യാറായിരുന്നാൽ ഹല്ലേലൂയ, നിന്റെ തലമുറകളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ ആയിരിക്കുന്നതായ മണ്ഡലങ്ങളിൽ നിന്ന് ഒരു മടക്കി വരുത്തുവാൻ നമ്മുടെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, മടക്കി വരുത്തും. ഹല്ലേലൂയ. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. പിന്നെ ഹല്ലേലൂയ, അത് മാത്രമല്ല, ഹാഗറിനെ ഒരു വിളി. ഹാഗറേ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. എന്നിട്ടൊരു എന്താ പറയുന്നേ, ഒരു വാഗ്ദത്തം കൊടുത്തിരിക്കുക അല്ലേ? ഇവിടെ കരഞ്ഞ് വിലപിക്കുന്നതായ മാതാവിനടുത്ത് ദൈവം സ്വർഗത്തിൽ നിന്ന് വിളിച്ച്, ഹാഗറേ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്ന ഇടത്തു നിന്ന് ദൈവം അവന്റെ നിലവിളി കേട്ടു. പിന്നെ ഹല്ലേലൂയ എന്ന് എന്നിട്ട് പറയുകയാണ്, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഹല്ലേലൂയ, ഒരു വലിയ അനുഗ്രഹം. അവനെ ഞാൻ ഒരു വലിയ ജാതിയാക്കും. പിന്നെ കൂടാതെ ഹല്ലേലൂയ, ദൈവം അവളുടെ കണ്ണ് തുറന്നു. ആത്മീയ കണ്ണുകളെ അടഞ്ഞിരിക്കുന്നതായ അവസ്ഥയിലാണെങ്കിൽ പ്രിയ ദൈവജനമേ, എന്റെ നിന്റെ ആത്മീയ ഹല്ലേലൂയ ആന്തരിക കണ്ണുകളെ തുറക്കുവാന് ഹല്ലേലൂയ ഞാൻ നിങ്ങളും ദൈവിക തൃപ്പാദത്തില് നിലപാട് വീഴുന്നുവെങ്കിൽ ദൈവം നമ്മുടെ അവസ്ഥ കണ്ട് നമ്മളെ മാനിക്കുന്ന കർത്താവ്. നീ അവിടെ ചെന്ന് താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക. ഈ ലോകം തരുന്നതായ ഒരു തുരുത്തി വെള്ളമല്ല അവന് വേണ്ടി കരുതിയത്. ഹല്ലേലൂയ. 19 വാക്യത്തില് ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ കണ്ടു. ഹല്ലേലൂയ. ലോകത്തിന് തരാൻ സാധിക്കുന്നതായ ഒരു തുരുത്തിയിലെ വെള്ളത്തിലധികമായിട്ട് ഒരു നീരുറവയെ പുറപ്പെടുവിച്ച് അതിനെ പോഷിപ്പിക്കുന്നതായ ഒരു ദൈവം. ഈ ദൈവം എത്ര വലിയവനാ! ഹല്ലേലൂയ. ഈ ദൈവം എത്ര മഹാനാ! നമുക്ക് അവനെ പിൻപറ്റുവാൻ ഇടയായത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ്. എന്നിട്ട് ഹല്ലേലൂയ, ഒരു നീരുറവ കണ്ട് ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് അവനെ കുടിപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു കർത്താവ്,
അവന്റെ സന്നിധാനത്തില് ഹല്ലേലൂയ ഒന്ന് താഴുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, ഒന്ന് കരയുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, നമ്മെ പരിപാലിക്കുന്ന ഒരു കർത്താവ് നമുക്കായി ജീവിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവിടെ നിർത്തിയിട്ട് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഉൽപ്പത്തി 30-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തില് ഒരു വ്യക്തി ജീവിതത്തെ നമുക്ക് കാണാം. 30-22. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം റാഹേലിനെ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. റാഹേലിന്റെ അവസ്ഥ എന്തായിരുന്നു? ഹലോ, നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്നോടൊപ്പം ഉണ്ടോ? കരയാതെ സന്തോഷിച്ച് തുള്ളിച്ചാടി നടന്ന റാഹേലല്ലേ? ഒരു തലമുറ ഇല്ലാതെ ഭാരപ്പെട്ടതായ റാഹേൽ അല്ലേ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. ദൈവം റാഹേലിനെ ഓർത്തു. പിന്നെ ദൈവം അവളുടെ അപേക്ഷ കേട്ട്, ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവളുടെ ഗർഭത്തെ തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം അപേക്ഷിക്കുവാൻ തയ്യാറാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്. അവളുടെ ഗർഭഫലത്തെ തുറക്കുവാൻ തക്കവണ്ണം ദൈവം ഹല്ലേലൂയ വഴികളെ ഒരുക്കി. അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്. ഞാൻ നിങ്ങളും ഭാരപ്പെടുന്നതായ അവസ്ഥകളില് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവ്, ഹന്നയെ ഓർത്തതായ ഒരു കർത്താവുണ്ട്. അവളുടെ ഗർഭകാലത്ത് ഹല്ലേലൂയ ദൈവം അവളുടെ ഗർഭത്തെ തുറന്ന് അവളൊരു പൈതലിനെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മെ സ്നേഹിക്കുന്ന കർത്താവ്. ആർക്കെങ്കിലും ചിന്തയുണ്ടോ ഈ കർത്താവ് നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന്, നമ്മെ അറിയുന്നില്ല എന്ന്, നമ്മെ കരുതുന്നില്ല എന്ന്? എന്നാൽ കർത്താവ് നമ്മെ അറിയുന്നവരാണ്. പ്രൈസ് ഗോഡ്. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിലേക്ക് ഒന്ന് വരാം. പുറപ്പാട് 2-ാം അധ്യായത്തിന്റെ മിസ്രയീം രാജാവ് മരിച്ചു. ദൈവം അവിടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്തതായ നിയമവും ഓർത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ഓർത്തതായ ദൈവം. യോസഫ് അടിമ ഭവനത്തിലായിരിക്കുമ്പോൾ അതേപറ്റി ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, സമയം അനുവദിക്കുന്നില്ല. യോസഫ് കടന്നുപോയതായ വിഷമസന്ധികളൊക്കെ ഒന്ന് ഓർത്തേ. കാരണം എന്താ? അവനൊരു സ്വപ്നം കണ്ടു. അത് സഹോദരന്മാരോട് പറഞ്ഞു. സഹോദരന്മാർ അവനെ പകച്ചു, പിന്നെ അവനെ ദേഷിച്ചു. പിന്നെ രണ്ടാമത്തെ സ്വപ്നം കണ്ടപ്പോൾ പിതാവ് പോലും അവനെ ശാസിച്ചു എന്നൊക്കെയും തിരുവാനിച്ച് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും, അല്ലേ? അവസാനം പിതാവ് സഹോദരന്മാരെ അന്വേഷിച്ച് അനുജനെ വിട്ടതാ. ദൂരത്തു നിന്ന് കണ്ടുകൊണ്ട് അവർ പറയാ, സഹോദരന്മാര് എന്താ പറഞ്ഞത്? സ്വപ്നക്കാരൻ വരുന്നു, അവനെ ഇന്ന് ഇല്ലാതാക്കണം, അല്ലേ? എന്നാൽ രൂപേൻ ഒരു ചെറിയ മനസ്സലിവ് തോന്നിട്ട് പറഞ്ഞെന്താ? അവനെ ഒരു പൊട്ടക്കിണറ്റ്, ഒരു കിണറ്റിലിട്ടു, ഒരു കുഴിയിലിട്ടു, അല്ലേ? നമ്മുടെ ഇടയിൽ ചിലപ്പോൾ സ്നേഹം തോന്നുന്ന സഹോദരങ്ങളെ അമ്മ കണ്ടേക്കാം. എന്നാല് ഹല്ലേലൂയ യോസഫിനെ മിസ്രൈമ്യ കച്ചവടക്കാർക്ക് വലിച്ച് അതാണ് പറഞ്ഞിരിക്കുന്നത്, അവനെ വലിച്ചെടുത്തു കുഴിയിൽ നിന്ന്. അത് അവൻ കൊണ്ടുപോയി വിദ്യാലയ കച്ചവടക്കാർ കൊണ്ടുപോയി ആർക്ക് കൊടുത്തു? പോത്തിഫേറിന് വിറ്റു. പിന്നെ ചരിത്രമൊക്കെ നമുക്കറിയാമല്ലോ. ഇപ്പോൾ പോത്തിഫേറ് കാരാഗ്രഹത്തിലാണ്. നമ്മെ ഓർക്കാമെന്ന് പറയുന്നതായ പലരും, നമ്മളെ കരുതാമെന്ന് പറയുന്നതായ പലരും നമ്മെ മറന്നു കളയുന്ന അവസ്ഥയുണ്ട്. കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ പോത്തിഫേറിന്റെ എന്തുവാ ജോസഫ് അവിടെ കടന്നുകൊണ്ട് അവര് കണ്ടതായ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, പാനപാത്രമാകലോട് പറഞ്ഞു, നീ പഴയ സ്ഥാനത്ത് എത്തിച്ചേരും, അല്ലേ? അതുപോലെ തന്നെ സംഭവിച്ചു. എന്നാൽ നാളുകൾ കഴിഞ്ഞിട്ടും ഈ വ്യക്തി യോസഫിനെ ഓർത്തില്ല.
എന്നാൽ ദൈവം യോസഫിനെ ഓർത്തു, കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു, അല്ലേ? അവനെ ഉന്നത പദവികളിലാക്കി. പ്രിയ ദൈവമക്കളെ, നമ്മെ അറിയുന്നതായ ഒരു കർത്താവ്, നമ്മെ ഓർക്കുന്നതായ ഒരു കർത്താവ്, നമ്മെ വിടിവിക്കുന്നവരായ ഒരു കർത്താവ്, നമ്മുടെ ആവശ്യങ്ങളിന്മേലെ നമ്മോട് കരുണ കാണിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ! അവരെ ഓർക്കുവാൻ തക്കവണ്ണം ഇവിടെയായി. ആർക്കെങ്കിലും ചിന്തയുണ്ടോ ദൈവം എന്നെ ഓർക്കുന്നില്ല എന്ന്? എന്നാൽ ദൈവം നമ്മെ ബലപ്പെടുത്തുന്നതാണ്, നമ്മെ ബലപ്പെടുത്തുന്നതാണ്, നമ്മളെ ശക്തീകരിക്കുന്നതാണ്. ഹല്ലേലൂയ! 1 ശമൂവേൽ 1:19 മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഞാൻ ഈ വാക്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് പോവുകയാണ്. ഹല്ലേലൂയ! 1 ശമൂവേൽ 1:19. അനന്തരം അവർ അധികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമേൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തന്റെ ഭാര്യയായ ഹന്നയെ പരിഹരിച്ചു. യഹോവ അവളെ ഓർത്തു. ദൈവം അവളെ ഓർത്തു. ആരെയാ? ഹന്നെ. എൽക്കാനയുടെ ഭാര്യമാരില് പെനിന പലപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് ഹന്നയെ വിഷമിപ്പിച്ചതായ അവസ്ഥകളുണ്ട്. പ്രിയ ദൈവമക്കളെ, ലോകത്തിൽ കുത്തുവാക്കുകൾ പറഞ്ഞ് നമ്മളെ അപമാനിക്കുവാൻ, ബുദ്ധിമുട്ടിക്കുവാൻ പലരും ശ്രമിച്ചെന്ന് പറയാം. സ്വന്തം സഹോദരി വരെ ഇങ്ങനെ ഒരു അനുഭവത്തില് ഹല്ലേലൂയ ഹന്നയെ കുത്തുവാക്ക് പറഞ്ഞു. എന്നാൽ അടുത്ത വാക്യത്തിൽ എന്താ വായിച്ചേ? അതിന്റെ അത് അല്പം ഒന്ന് വിവരിച്ചിട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 1-ാം അധ്യായത്തിന് 11-ാം വാക്യം പോലും വായിച്ചേ. സൈന്യങ്ങളുടെ യഹോവയെ അടിയന്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ നൽകുകയും ചെയ്താൽ അടിയൻ അവന് ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുത്തു. അവൻ തലയിൽ ചോരകൾ തൊടുകയില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ! സങ്കടയാതന അറിയിക്കാൻ എവിടെയാ പോയെ? ദേവാലയത്തിൽ കടന്നു പോയിരിക്കുക, അല്ലേ? ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. അവിടെ അത് താഴ്ത്തു വായിച്ച് പുരോഹിതന് അവളുടെ വായെ സൂക്ഷിച്ചു നോക്കി, അല്ലേ? എന്റെ ഇഷ്ടത്തിൽ പറയുകയല്ല, ദൈവം വചനത്തിൽ പറയുന്ന, അല്ലേ? എന്നിട്ട് ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾപ്പാനില്ലായിരുന്നു. അവൾക്ക് ലഹരി പിടിച്ചിരിക്കുന്ന ആർക്കാ തോന്നിയത്? പുരോഹിതനാ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്. നമ്മുടെ കർത്താവിന്റെ ദാസൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ, നമ്മൾ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? എന്ന് പറഞ്ഞേ, ഇതില് ഫ്യൂസ് പോയതുപോലാന്നല്ലേ? ഒരു സന്തോഷിച്ചൊന്ന് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതറിയാവുന്ന കാര്യമാണ്. നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ കർത്താവിന്റെ ദാസൻ തന്നാൽ, സോറി, എന്തായിരിക്കും വിഷയം? അടുത്ത ആഴ്ച മുതൽ ഞാൻ ഇവിടെ കാല് കുത്തിയല്ല, അല്ലേ? ജീവൻ പോയാലും എന്ന് ഒരു വാക്കൂടെ വേണേ പറയും. ശരിയാണോ അല്ലേ? എന്നിട്ട് ഹന്ന എന്താ ചെയ്തത്? വായിച്ചു. അതിന് ഹന്ന ഉത്തരം പറഞ്ഞത്, അതിങ്ങനെയല്ല യജമാനനെ. ഹല്ലേലൂയ! ആ താഴ്മയുടേതായ അനുഭവം ഒന്ന് നോക്കിക്കോണം, അല്ലേ? ഹന്നയുടെ താഴ്മ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? അങ്ങനെയല്ല യജമാനനെ. യജമാനനെ എന്ന് വിളിച്ച് വേറൊരു വ്യക്തിയുണ്ട് ദൈവവചനത്തിൽ. ആരാ? പറഞ്ഞേ, സാറാ. നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഇങ്ങനെ വിളിക്കാറുണ്ടോ? ഹലോ, എല്ലാരും അന്യനെ നോക്കുന്നുണ്ട്. വിളിച്ചില്ലാലും സാരമില്ല കേട്ടോ, വിളിക്കുന്നത് നല്ലതാ. വിളിച്ചില്ലാലും സാരമില്ല. അല്ലെങ്കിൽ അല്ലേ യജമാനനെ. പിന്നെ ഞാൻ മനോവസനമുള്ള ഒരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. പിന്നെ യഹോവയുടെ സന്നിധിയിൽ ഞാൻ എന്റെ ഹൃദയം പകരുകയത്രേ ചെയ്തത്.
പ്രൈസ് ദി ലോർഡ്. ഈ യഹോവയുടെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ സങ്കടയാതനകളൊന്നും അറിയിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മുടെ ഭാവം എന്താണ്? താഴ്മയുടേതായ അഭാവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? സഹോദരന്മാര് യജമാനെ ഒന്നും വിളിച്ചില്ലെന്ന് പറഞ്ഞ് അവരോട് കോപിക്കരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അടിയനെ നീ ഒരു നീച സ്ത്രീയായി വിചാരിക്കരുത്. അടിയൻ സങ്കടത്തിന്റെയും വ്യസനത്തിന്റെയും ആധിക്യം കൊണ്ട് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് മനസ്സിലായ പുരോഹിതൻ പറയുന്നത് എന്താ? അടുത്ത വാക്യം, സമാധാനത്തോടെ പൊയ്ക്കൊള്ളുക. ഹല്ലേലൂയ. ഇസ്രായേൽ ദൈവത്തോട് നീ കഴിച്ച അപേക്ഷ അവൻ നിനക്ക് നൽകുമാറാകട്ടെ. ഒരനുഗ്രഹവും കൂടെ കൊടുത്താണ് വിടുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. ദൈവസന്നിധാനത്തിൽ താഴ്മയുള്ളതായ വ്യക്തി ജീവിതങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അവൻ ഓർക്കുന്ന ഒരു കർത്താവാണ്. പിന്നെ അവളുടെ മുഖം വാടിയതുമില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ ഓർക്കുന്നവനാണ്. ആ 19-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ അവളെ ഓർത്തു. പിന്നെ ഓർത്തു കഴിഞ്ഞാൽ പിന്നെ ലഭിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട് അല്ലേ? അടുത്ത വാക്യം 20-ാം വാക്യം, ഒരാണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഒരു ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴ്മയുള്ളവർക്ക് താണനിലത്തെ നീരോട് എന്നുള്ളതായ ഒരു വചനമുണ്ട് അല്ലേ? താഴ്മ ധരിക്കുന്നതായ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങളെ വർഷിപ്പിക്കുന്നവനാണ്. പ്രൈസ് ഗോഡ്. നമ്മെ പരിപാലിക്കുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. സമയം അവസാനിക്കുക. 41-ാം അധ്യായത്തില് ഉൽപ്പത്തി 41-ാം അധ്യായത്തിൽ വരുമ്പോൾ ജോസഫിനെ കുറിച്ച് ദൈവം ഒരു സാക്ഷ്യം പറയുന്നുണ്ട്. അത് വായിച്ച് 41:38. ജോസഫിനെ കുറിച്ച് ഫറവോൻ പറയുന്നതാണ് എന്താ? ദൈവാത്മാവ് ഉള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് ചോദിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് അനേക പ്രതിസന്ധികൾ കൂടെ കടന്നു പോകാൻ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഡൽഹിയില് സാക്ഷി ഞാൻ പിന്നെ പറയാം. എൻ്റെ ഇടയ്ക്ക് അതിന് മുന്നേ ഒരു വിഷയം പറയാം. ഞാൻ വർക്ക് ചെയ്തതായ ഒരു കമ്പനിയുണ്ട്. ഞാൻ അവിടെ എക്സ്പോർട്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ ഒരു 12 എക്സിക്യൂട്ടീവ് ഉണ്ട്. ഞങ്ങളുടെ ബോസ് എവിടെയെങ്കിലും വിദേശത്ത് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വിളിച്ച് ഈ 12 പേരെയും വിളിച്ച് അവരെ അദ്ദേഹത്തിന് തിരിച്ചു വരുന്നത് വരെയുള്ളതായ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് ഏൽപ്പിക്കും. ഒരു സന്ധ്യയിൽ ഞാനും അതിൽ കടന്നു പോകുമായിരുന്നു. ഈ 11 പേരെയും ഒരു മുറിയിൽ ഇരുത്തിയിട്ട് അവർക്ക് വേണ്ടുന്നതൊക്കെയും ടേബിളിൽ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ജോണിന് ഒരു സെപ്പറേറ്റ് മുറിയാ. നമ്മെ മനസ്സിലാക്കുന്ന ഒരു ലോകമാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. ഈ 12 പേരുടെയും കൂടെ ചേർന്ന് എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയുമായിരുന്നു. എന്നാൽ അതല്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉറച്ച തീരുമാനമുണ്ടായിരുന്നു, ഞാനൊരു ദൈവ പൈതലാണ്. മറ്റുള്ളവരിൽ ഹല്ലേലൂയ വ്യത്യസ്തത എന്നിൽ കാണുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഹരീഷ് ലാൽ ഹിന്ദുവാണ്. അദ്ദേഹത്തിന് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കർത്താവ് നമ്മെ കുറിച്ച് കരുതുന്നവരാണ്. അവരുടെ മധ്യത്തിൽ നാം ദൈവത്തിന് ഹിതകരമായിട്ട് ഒന്നും ചെയ്യുവാൻ ഇടയാകാതെ നിർത്തുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. ഞാനിത് പറഞ്ഞത് എൻ്റെ ഇത് മഹിമ വെളിപ്പെടുത്തുവാനല്ല. നമ്മെ അറിയുന്ന ഒരു കർത്താവുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ നാം വ്യത്യസ്തനാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ നാം ആയിരിക്കുന്ന ഏത് അവസ്ഥകളിലും ദൈവം നമ്മെ പരിപാലിക്കാൻ വിശ്വസ്തനാണ്.
പ്രൈസ് ദി ലോർഡ്. നമ്മെ ഓർക്കുന്ന ഒരു കർത്താവ്. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകലത്തെയും സകല മൃഗങ്ങളെയും ഓർത്ത കർത്താവ്. ദൈവം അബ്രഹാമിനെ ഓർത്ത് ബാലന്റെ നിലവിളി കേട്ട് അവന് വേണ്ടി നീരുറവുകളെ ഒഴുക്കുവാൻ തക്കവണ്ണം പ്രാപ്തനായ ഒരു കർത്താവ്. ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ട് അവരെ വിടുവിച്ചതായ ഒരു കർത്താവ്. റാഹേലിന്റെ നിലവിളിക്ക് മറുപടി നൽകി അവളെ ഓർത്ത ഒരു കർത്താവ്. ഹന്നയുടെ ഗർഭത്തെ തുറന്ന് ഹല്ലേലൂയ ഒരു മകനെ കൊടുത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ. ഹന്നയെ ഓർക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ 136 സങ്കീർത്തനത്തിന്റെ 23 വാക്യം ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 136-3 അപ്പൊ 23. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവന്റെ എന്നേക്കുമുള്ളത്. നമ്മുടെ താഴ്ചയിൽ ഓർക്കുന്നവനായ ഒരു കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ലോകം നമ്മെ മറന്നു കളഞ്ഞാൽ മറക്കാത്തവനായി ഒരുവനുണ്ട്. ഹല്ലേലൂയ. അവന്റെ തൃപാദത്തിൽ അണയുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്റെ ചില സാക്ഷ്യങ്ങൾ കൂടെ നിങ്ങളോട് ഓർപ്പിച്ച് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചെറുപ്പത്തിലെ വളരെ അനുഭവങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ദേഹം മുഴുവൻ കരപ്പൻ എന്ന രോഗത്താൽ ബാധിച്ചു. കരപ്പൻ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാവുന്ന ചൊറിഞ്ഞ അവരെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഹലോ, കണ്ടിട്ടുള്ളവരെന്ന് പറയേ, അറയ്ക്കണ്ട. ദേഹം മുഴുവൻ ചൊറി പിടിച്ച് വ്രണങ്ങൾ പിടിച്ച് വെള്ളമൊഴിച്ച് ഹല്ലേലൂയ ഈ ചൊറിയുന്നതായ അവസ്ഥ. ഞാൻ അപ്പോൾ ചിന്തിച്ചു, യോബിൻ്റെതായ അവസ്ഥ അതുപോലെ ആയിരുന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നെ ഒന്ന് താലോലിക്കുവാനോ. ഞങ്ങളുടെ ഭവനത്തില് 5 ആണും 5 പെണ്ണും 10 പേരും അതുപോലെ മാതാപിതാക്കൾ 12 പേരടങ്ങുന്ന ഒരു ചെറിയ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ളതായ ഒരവസ്ഥയിൽ എൻ്റെ സഹോദരന്മാര് അല്ലെങ്കിൽ സഹോദരിമാർ എന്നെ ഒന്ന് എടുക്കുകയോ ഒന്ന് താലോലിക്കുകയോ ചെയ്തിട്ടില്ല. അവരെനിക്കൊരു ഓമന പേര് തന്നു, പുണ്ണൻ ശങ്കരൻ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? പുണ്ണൻ ശങ്കരൻ എന്നൊരു പേര് വന്നു. ആ ഓമന പേരിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. കാരണം ദൈവം എന്നെ കണ്ടിരുന്നു. ഇത് കണ്ടപ്പോൾ എൻ്റെ മാതാവ് ദൈവത്തോടൊരു അപേക്ഷിച്ചു. എന്താ, ഇവനെ എനിക്ക് ആരോഗ്യത്തോട് സൗഖ്യത്തോട് തന്നാൽ ദൈവവേലയ്ക്ക് അയക്കാമെന്ന്. ദൈവം ആ പ്രാർത്ഥന കേട്ടു, എനിക്ക് സൗഖ്യം തന്നു. അപ്പോൾ തന്നെ ഈ പ്രാർത്ഥന കേട്ട ഒരു പിശാച് എൻ്റെ കൂടെ കൂടി. വീട്ടിൽ വളർത്തിയ നായ്ക്ക് പേ പിടിച്ച് എന്നെ കടിച്ചു. 21 ദിവസം കഴിഞ്ഞപ്പോൾ കൈകാലുകൾ കുഴയുവാനും വെള്ളത്തോട് പരവേശം ഉണ്ടാകുവാനും തുടങ്ങി. എൻ്റെ പിതാവ് ഒരു ബസ് കണ്ടക്ടർ ആയിരുന്നു. ആനേടി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി എന്നെ അവിടെ ശുശ്രൂഷിപ്പാനിടയായി. അവിടെ ചെന്നപ്പോൾ ഒരു മരുന്ന് കൊടുത്തിട്ട് പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു, 24 മണിക്കൂറിനകം എഴുന്നേൽക്കുവാണെങ്കിൽ വിവരം പറയണമെന്ന് എന്ന് പറഞ്ഞിട്ട് മരുന്ന് തന്നിട്ട് ഒരു സെല്ലിൽ തന്നെ പൂട്ടി. കൃപയാൽ 24 മണിക്കൂറിന് ശേഷമാണ് ഉറക്കമുണർന്നത്. കാരണം ദൈവത്തിന് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിർത്തേണ്ടത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ദൈവം ഓർത്തത് കൊണ്ട്. ഹല്ലേലൂയ. എന്നിട്ടും പിശാച് വിട്ടില്ല. വസൂരി വന്നു. സ്മാർട്ട് വാച്ച് ഇന്ന് വസൂരി ഇന്ത്യയിൽ ഇല്ല. ഇവിടെ നിങ്ങൾക്കൊരു പാട് കാണാം, മൂക്കിലൊരു പാടുണ്ട്, നെറ്റിക്കുണ്ട്. ഇങ്ങനെ ചില പാടുകൾ മാത്രമുണ്ട് ഇപ്പോഴേ. എന്നാൽ ഞങ്ങൾ 4 പേരെ ഒരു മുറിയിലിട്ട് അടച്ചു. താഴെ പുൽപ്പ വിളിച്ചിട്ടിട്ട് വാഴയില വെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വേപ്പിൻ്റെ ഇല ഊരിയിട്ടിട്ട് ഞങ്ങളെ കിടത്തിയിരുന്നതായ ദിനങ്ങൾ ഞാൻ ഓർക്കുകയാണ്. നമുക്ക് കാണാം ഈ നമ്മുടെ ചെടികളിലൊക്കെ പക്ഷി കൂട് കെട്ടി അത് മുട്ടയിട്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തള്ളപ്പക്ഷി എന്തെങ്കിലും തീനും കൊണ്ട് വരുമ്പോൾ ഇത് എല്ലാം ഇങ്ങനെ വായ്പുളച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ 4 പേരും ആ കതക് തുറക്കുന്നത് നോക്കിയിരുന്ന അവസ്ഥയുണ്ട്. അല്പം കരിമ്പിൻ നീരോ കരിക്കിൻ വെള്ളവും കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരുന്നതായ അവസ്ഥ. 28 ദിവസം ആ മുറിക്കുള്ളിൽ ഞങ്ങളെ അടയ്ക്കപ്പെട്ടു. ദൈവം അവിടുന്ന് പിടിപ്പിച്ചു. ദൈവത്തിൻ്റെ കരുണ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെന്നൈയിലേക്ക് പോയ എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ. അങ്ങനെയാണ് പ്രിയ ഏരിയസ് സഹോദരനെ കാണുവാൻ തക്കോടുകൂടിയായി ഞങ്ങൾ അവിടെ ഒന്നിച്ച് ആരാധിപ്പാനൊക്കെയും ദൈവം ഇടയായി. എൻ്റെ ജീവിതം കണ്ടുകൊണ്ട് ദൈവവചനം ധ്യാനിക്കുകയും അതുപോലെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് കണ്ടുകൊണ്ട് എൻ്റെ ഒരു ആൻറ്റി, അവരോടൊത്താണ് ഞാൻ കഴിഞ്ഞിരുന്നത്, ഈ വിശ്വാസത്തിലേക്ക് വന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പറഞ്ഞ ഒരല്പം കൂടെ താമസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ആൻറ്റി ആരും അറിയാതെ പോയി സ്നാനപ്പെട്ടു. ജേക്കബ് തോമസ് പാസ്റ്റർ ആയിരുന്നു സ്നാനപ്പെടുത്തിയത്. 3 മാസം കഴിഞ്ഞപ്പോൾ ഇത് അമ്മാച്ചനാണ്. അമ്മാച്ചൻ ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു. എന്നിട്ട് നല്ല പ്രഹരം തന്നു രണ്ടുപേർക്കും. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു 2 ദിവസത്തിനകം വീട് കാലിയായിക്കോളും. അമ്മാവിയുടെ അടുത്ത് പറഞ്ഞു ഈ മാർഗത്തിൽ പോകണമെങ്കിൽ എവിടെ കൂടെ പോയിക്കോണമെന്ന് പറഞ്ഞു. കൃപയാൽ ദൈവം വഴികളെ ഒരുക്കി അടുത്ത ദിവസം തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് മാറുവാനിടയായി. എന്നാൽ പ്രിയ അമ്മാവി വളരെ സ്റ്റേഡോടുകൂടി നിൽപ്പാൻ തക്കവണ്ണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി. ഈ സമയത്ത് 3 മക്കളമാരാണ് അമ്മാവച്ചനുണ്ടായിരുന്നത്. അവരെ 3 പേരെയും സൈക്കിളിൽ ഇരുത്തി 16 കിലോമീറ്റർ ദൂരത്ത് ചെയ്തപ്പെട്ടവരും ചെയ്യപ്പെട്ടവരെ സൈക്കിളിൽ ഇരുത്തി കൊണ്ടുവരിക, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന അനുഭവം ഉണ്ടായി. അതുപോലെ തിരിച്ചു അങ്ങോട്ട് പോകുന്ന അനുഭവം. ഇന്ന് അവരൊക്കെയും ദൈവസന്നിധിയിൽ ആയിരിക്കുന്നു. ദൈവകൃപയാല് അല്ലെങ്കിൽ ആ മാസം തന്നെ സ്നാനപ്പെട്ട് 3 വർഷം കഴിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവനായി 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. 1981 ഡൽഹിയിലേക്ക് കടന്നു പോകാനിടയായി. അനേക കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ അവിടെ വെച്ച് എനിക്കൊരു കൂട്ടാളി, ഒരു പാർട്ട്ണറെ ദൈവം തന്നു. ഞങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്. അല്ലെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മോള് ഇവിടെ ഉണ്ടായിരുന്നു. അവളുടെ ഹസ്ബൻഡ് കഴിഞ്ഞ ജൂൺ മാസം മരിച്ചതിനാലാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കടന്നു വന്നത്. 2ാമത്തെ മകൾ കുടുംബമായി ജർമ്മനിയുടെ പ്രദേശത്തായിരിക്കുന്നു. ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നു. ഞാൻ 1992 അവിടെ നിന്ന് ഞാൻ ഗൾഫിലേക്ക് കടന്നുപോയി, ഖത്തറിൽ. പലപ്പോഴും ദൈവത്തിൻ്റെ വിളി കേട്ട് ഞാനൊരു വരാൽമീനെ പോലെ ഇങ്ങനെ ആർക്കും പിടികൊടുക്കാത്തവനായി ഇങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ ഈ വരാലിനെ പിടിക്കാനറിയാം, ഒരു ചൂണ്ടയിട്ട് ഒരു ചെറിയ തീൻ കൊളുത്തി ഇട്ട് കഴിഞ്ഞാൽ ആ ചൂണ്ടയിൽ കൊരുത്ത് പിടിക്കുന്നത് പോലെ നമ്മുടെ വലിയ ചൂണ്ടക്കാരനായ കർത്താവ് ഹാർട്ട് അറ്റാക്കാൽ എന്നെ കൊരുത്തി പിടിക്കുവാനിടയായി. അന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സറണ്ടർ ചെയ്യുവാൻ ഇടം നൽകി. അതിനുശേഷം 2004 ഡൽഹിയിലേക്ക് കടന്നു വന്ന ദൈവവചനം അസംബ്ലീസ് ബോർഡിൻ്റെ സെൻട്രൽ ബൈബിൾ കോളേജിൽ 3 വർഷം പഠിക്കുവാൻ ദൈവമായ കർത്താവ് ഇടം നൽകി. അതോടനുബന്ധിച്ച് ദൈവവേലയ്ക്കായി ഒരുക്കപ്പെടുകയും അവിടെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ബന്ധത്തിൽ ദൈവ ശുശ്രൂഷയിലായിരിക്കാൻ തക്കൊണ്ട് ദൈവം കൃപ നൽകി. എന്നാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് രണ്ടാമത്തെ വർഷം പഠിക്കുമ്പോൾ 2ാമത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. സ്വന്തം ജൈവ ഹോസ്പിറ്റലിൽ അന്നും 1 സ്റ്റെന്റ് ഇട്ടു. ഖത്തറിൽ വെച്ച് 2 സ്റ്റെന്റ് ഇട്ടു. പിശാച് പിന്നെയും പിന്നാലെ കൂടി ഈ പഠിത്തം പൂർത്തിയാക്കരുതെന്നുള്ള ഇതിൽ 3-ാം വർഷം 3-ാം ദിവസം 3ാമത്തെ അറ്റാക്ക് ഉണ്ടായി. ആൻജിയോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ എനിക്ക് വല്ലാതെ വേദനിച്ചു. ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ എനിക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം തീരും, ഇത് കഴിയുമ്പോഴത്തേന് തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ വെള്ളത്തോട് പരവേശമുണ്ടായി. അല്പം വെള്ളം തരണമെന്ന് ചോദിച്ചു. 2 പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്തു. ഇത് തന്നെ ഉത്തരം കിട്ടി. 3ാമത് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എൻ്റെ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും അങ്ങ് സംരക്ഷിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങയുടെ ഇതം പോലെ ചെയ്തു കൊള്ളുക. എന്നാൽ ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞു, കർത്താവേ നിന്റെ വേല അടിയിൽ കൂടെ ഉള്ളത് തീർന്നിട്ടില്ല എങ്കിൽ എൻ്റെ ജീവനെ മടക്കി തരണേ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവൻ്റെ മോണിറ്റർ ബ്ലാക്ക് ഔട്ട് ചെയ്തു. 7 സെക്കൻഡ് എൻ്റെ ഹാർട്ട് ബീറ്റ്സ് നിന്ന് പോയി. അത് കഴിഞ്ഞ് ആരോ എൻ്റെ നാവിൽ തൊടുന്നത് പോലെ തോന്നി. ദൈവത്തോട് സംസാരിക്കുവാനിടയായി. അനേക കാര്യങ്ങൾ വളരെ ഉച്ചത്തിൽ കാത്ത് ലാബിൻ്റെ അടുത്തേക്ക് ആളുകൾ ഓടിക്കൂടിയെന്ന് പിന്നീട് പറയുവാനായിട്ട് ഇടയായി. ദൈവം ഒരു വലിയ വിടുതൽ തന്നു. ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, നൗ ഐ ആം ഓൾ റൈറ്റ്, ഫിനിഷ് ദ വർക്ക് എന്ന് പറയും. ദൈവം ഒരു വലിയ വിടുതൽ തന്നു. നമ്മെ ഓർക്കുന്ന കർത്താവ് നമ്മൾ ഏതവസ്ഥയിലും നമ്മെ ഓർക്കും. ആ ഡോക്ടർ അപ്പോൾ തന്നെ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാനിടയായി. ഡോക്ടർ സർദാർ ഇസാർ സിംഗ് സർദാർജിയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ നമ്മെ പലപ്പോഴും ഒരു ടൂൾസായി ചില ഇടങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നതെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റി. നമ്മെ ഓർക്കുന്ന ഒരു കർത്താവ്.
പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ അനേക കഷ്ടതകൾ വരും, പ്രയാസങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും. എന്നാൽ അവിടെയൊക്കെ നിൽപ്പാൻ തക്കവണ്ണം ദൈവം കൃപ തരുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഒരു ദിവസം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുകയാണ്, ജനത്തെ ഏൽപ്പിക്കുന്നു. എന്നെയും ഹാലേലൂയ ഓർത്തത് കൊണ്ട് ഞാൻ അങ്ങേക്ക് മഹത്വം കൊടുക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ആ ദൈവമക്കളെ ഹാലേലൂയ അങ്ങ് ഓർക്കുമാറാകണമേ. അവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുമാറാകണേ. ഈ ലോകത്തിൽ തരുന്നതിൽ അപ്പുറമായി ഹാലേലൂയ നമ്മെ കരുതുന്ന ഒരു കർത്താവുണ്ട്, നമ്മളെ ഓർക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാഥ, ഈ നാളുകളിൽ അങ്ങയുടെ നാമം മഹത്വം എടുക്കണം, കൃപ പകരുമാറാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.